വളരെ സന്തോഷത്തോടു കൂടിയാണ് റംസാൻ നിലാവ് എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ നിങ്ങളോടുകൂടി ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് റംസാൻ നിലാവും വർഗീസ് മാത്യുവും തമ്മിലുള്ള ബന്ധമാണ് ഈ പുസ്തകത്തെ ഇത്രമാത്രം കാലിക പ്രസക്തിയുള്ളതാക്കുന്നത്. ഇവിടെ ഒരു മതം മാത്രമല്ല ഒരു റംസാൻ ആഘോഷം. ആഘോഷങ്ങൾ വൈവിധ്യമുണ്ടെങ്കിലും അത് ആഘോഷിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ചന്ദ്രേട്ടൻ പ്രസിഡൻ്റായിട്ടുള്ള മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി എന്നൊരു പ്രസ്ഥാനം കോഴിക്കോട് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തകരാണ് ഇതിലെ ഞങ്ങളെല്ലാവരും തന്നെ. അതിൻ്റെ ഭാഗമായിട്ട് കൂടെ ഞാനിതിനെ കാണുകയാണ്. മതസൗഹാർദ്ദമാണ് മനുഷ്യനെ മതത്തെക്കാളപ്പുറമായിട്ട് മനുഷ്യർ പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് നമ്മെ ഭക്തരായിട്ടും ആത്മീകരായിട്ടും ജീവിപ്പിക്കുന്നത്. എല്ലാവിധമായുള്ള ഭാവങ്ങളും നേരുന്നു. ഇതുപോലെ ഇനിയും പ്രവർത്തിക്കുവാൻ സാറിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ റമദാൻ ഇങ്ങനെ ഒരു ചെറു പുസ്തകമാക്കി ക്രോഡീകരിച്ച് പ്രൊഫസർ വർഗീസ് മാത്യു ഇതിന് ഒരു രൂപകൽപ്പന തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും ഞാൻ വായിക്കും. അതുകൊണ്ട് എൻ്റെ ഈ പുസ്തകത്തിനുള്ള എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. മതങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹവും സാഹോദര്യവും സമൂഹത്തിൽ പങ്കുവെക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പാണ് റംസാൻ നിലാവ് എന്ന പുസ്തകം.